കൊച്ചിയിൽ വൻ ലഹരിവേട്ട. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 1/2 കിലോ MDMA പിടികൂടി. എളമക്കര സ്വദേശി മുഹമ്മദ് നിഷാം പിടിയിൽ. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, കൊച്ചിയിലെ MDMA വേട്ട ഒരു തുടർക്കഥയാവുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? സാധാരണ പിടികൂടുന്ന പോലെയുള്ള ഒരു കാച്ചിങ് ആയി ഇതിനെ കണക്കാക്കാൻ കഴിയില്ല. കാരണം രാസലഹരി വലിയ രീതിയിൽ, അത് 1/2 കിലോ MDMA ആണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ 1/2 കിലോ MDMA എന്ന് പറയുമ്പോൾ ലക്ഷങ്ങളുടെ വില വരും. മാത്രമല്ല, ഇത്രയധികം സിന്തറ്റിക് ലഹരി കൊച്ചിയിൽ പിടിക്കുന്നത് ഇത് ആദ്യമാണ്. MDMA ഇത്രയധികം അളവിൽ പിടിച്ചെടുത്തിട്ടില്ല. എളമക്കര സ്വദേശി മുഹമ്മദ് നിഷാം എന്ന ആളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഈ മുഹമ്മദ് നിഷാമിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അയാളുടെ അറസ്റ്റ് അല്പനേരം മുൻപ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് നിഷാം തന്റെ വീട്ടിൽ തന്നെയായിരുന്നു ഈ ലഹരി മരുന്ന് ആകമാനം ഒളിപ്പിച്ചു വെച്ചിരുന്നതും. ഈ സിന്തറ്റിക് ലഹരി പിടികൂടിയപ്പോൾ ഇന്നലെ രാത്രി കൊച്ചി നഗരത്തിലാകമാനം പോലീസിന്റെ പരിശോധനകൾ ഉണ്ടായിരുന്നു. നർക്കോട്ടിക് സെല്ലിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ഇപ്പോൾ മുഹമ്മദ് നിഷാം പിടിയിലായിരിക്കുന്നത്. ഒപ്പം തന്നെ 5 ഗ്രാം ഹെറോയിനുമായി മരട് പോലീസ് സ്റ്റേഷനിൽ 2 അസം സ്വദേശികളും പിടിയിലായിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള രാസലഹരി വേട്ട കൊച്ചി നഗരത്തിൽ ആകമാനം നടന്നിരിക്കുന്നു. അതിൽ തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ലഹരി മരുന്ന് വേട്ടയായി തന്നെയാണ് ഇപ്പോൾ എളമക്കരയിൽ പിടികൂടിയ ഈ 1/2 കിലോ MDMA കാര്യം വിലയിരുത്തുന്നത്. ശരി സഹിൻ, കൊച്ചിയിൽ വൻ ലഹരിവേട്ട എന്ന ഒരു വാർത്തയാണ് കിട്ടിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ്.